നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. ജലോത്സവങ്ങളുടെ തുടക്കമായ ചമ്പക്കുളം മൂലംവള്ളംകളിയിൽ ചെറുതന പുത്തൻചുണ്ടന് രാജപ്രമുഖൻ ട്രോഫി. കൊടിക്കുന്നിൽ സുരേഷ് എം പി, തോമസ് കെ തോമസ് MLA എന്നിവർ ചേർന്ന് വിജയികൾക്കുള്ള ട്രോഫികൾ സമ്മാനിച്ചു. വിനോദസഞ്ചാരികൾക്കായി കുട്ടനാട് സഫാരി നടപ്പിലാക്കുമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. പാതിരാമണൽ സന്ദർശിച്ചതിനു ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളം പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തിനടുത്തെത്തിയെന്ന് മന്ത്രി J. ചിഞ്ചുറാണി. വള്ളികുന്നം ഗ്രാമപഞ്ചായത്തിലെ മൃഗാശുപത്രിയുടെ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പുതിയ തലമുറയെ വായനയുടെ ലോകത്തേക്ക് എത്തിക്കുന്നതിൽ ലൈബ്രറി പ്രസ്ഥാനത്തിന് വലിയ പ്രാധാന്യമാണുള്ളതെന്ന് H. സലാം MLA. ആശുപത്രിയിലെ ATM കൗണ്ടർ പണിമുടക്കിയതോടെ അത്യാവശ്യ ആവശ്യങ്ങൾക്കായി പണമെടുക്കാൻ രോഗികളുടെ കൂട്ടിരിപ്പുകാർ നെട്ടോട്ടമോടേണ്ട അവസ്ഥയാണ് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെന്ന ആക്ഷേപം. വാർത്തകൾ വിശദമായി. ജലോത്സവങ്ങളുടെ തുടക്കമായ ചമ്പക്കുളം മൂലംവള്ളംകളിയിൽ ചെറുതന പുത്തൻചുണ്ടന് രാജപ്രമുഖൻ ട്രോഫി. കൊടിക്കുന്നിൽ സുരേഷ് MP, തോമസ് കെ തോമസ് MLA എന്നിവർ ചേർന്ന് വിജയികൾക്കുള്ള ട്രോഫികൾ സമ്മാനിച്ചു. ജലോത്സവങ്ങളുടെ തുടക്കമായ ചമ്പക്കുളം മൂലംവള്ളംകളിയിൽ ചുണ്ടൻ വള്ളങ്ങളുടെ വിഭാഗത്തിൽ NCBC ബോട്ട് ക്ലബ് തുടങ്ങിയ ചെറുതന പുത്തൻചുണ്ടൻ ജേതാക്കളായി രാജപ്രമുഖൻ ട്രോഫി നേടി. ചമ്പക്കുളം ബോട്ട് ക്ലബ് തുടങ്ങിയ ചമ്പക്കുളം ചുണ്ടൻ 2ാം സ്ഥാനവും നിരണം ചുണ്ടൻ വെൽഫെയർ അസോസിയേഷന്റെ ആയാപ്പറമ്പ് വലിയ ദിവാഞ്ചി 3ാം സ്ഥാനവും കരസ്ഥമാക്കി. UBC കൈനകരിയുടെ ആയാപ്പറമ്പ് പാണ്ടി ചുണ്ടൻ ലൂസേഴ്സ് ഫൈനലിൽ 1ാം സ്ഥാനം നേടി. വെബ് A ഗ്രേഡ് വിഭാഗത്തിൽ കുമരകം ടൗൺ ബോട്ട് ക്ലബ് ഫാൻസ് ക്ലബിന്റെ അമ്പലക്കടവൻ 1ാം സ്ഥാനവും നടുവിലെ പറമ്പിൽ കൾച്ചറൽ ഡെവലപ്മെന്റ് സെന്റർ ആൻഡ് സൊസൈറ്റി ക്ലബിന്റെ നവജ്യോതി 2ാം സ്ഥാനവും നേടി. വെബ് B ഗ്രേഡ് വിഭാഗത്തിൽ കോണ്ടാക്കൽ ബോട്ട് ക്ലബിന്റെ PG കരിപ്പുഴ 1ാം സ്ഥാനവും കൊടുപ്പുന്ന ബോട്ട് ക്ലബിന്റെ ചിറമേൽ തോട്ടുകടവൻ 2ാം സ്ഥാനവും കരസ്ഥമാക്കി. വിജയികൾക്ക് കൊടിക്കുന്നിൽ സുരേഷ് MPയും തോമസ് കെ തോമസ് MLAയും ചേർന്ന് പുരസ്കാരങ്ങൾ കൈമാറി. വിനോദസഞ്ചാരികൾക്കായി കുട്ടനാട് സഫാരി നടപ്പിലാക്കുമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ അഭിപ്രായപ്പെട്ടു. പാതിരാമണൽ സന്ദർശനത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. വകുപ്പിന്റെ ബജറ്റ് ടൂറിസം യാത്രാ പദ്ധതിയുടെ ഭാഗമായി സമാനമായി കുട്ടനാട് സഫാരി ആരംഭിക്കുന്നു. ഇതിനു മുന്നോടിയായി ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ മുഹമ്മ ഗ്രാമപഞ്ചായത്തിലെ പാതിരാമണൽ ദ്വീപ് സന്ദർശിച്ചു. കുട്ടനാടിന്റെ മുഴുവൻ മനോഹാരിതയും ഒറ്റ ബോട്ട് യാത്രയിൽ ആസ്വദിക്കാവുന്ന വിധം ഗൾഫ് രാജ്യങ്ങളിലെ ഡെസേർട്ട് സഫാരിക്ക് തുല്യമായിട്ടായിരിക്കും ഈ പദ്ധതി നടപ്പിലാക്കുകയെന്ന് മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞു. കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ ഞാൻ അവിടെ നിയമസഭയിൽ പ്രസംഗിക്കുമ്പോൾ ഈ പദ്ധതിയെക്കുറിച്ച് പറഞ്ഞിരുന്നു. കുട്ടനാടിൻ്റെ മനോഹരമായ ഭംഗി പകർന്നെടുത്തുകൊണ്ട് ഗൾഫ് രാജ്യങ്ങളിലെ ഡെസേർട്ട് സഫാരിക്ക് തത്തുല്യമായി ബോട്ട് സഫാരി ഉണ്ടാക്കുന്നതാണ്. നമ്മുടെ നാടിൻ്റെ ഈ കുട്ടനാടെന്ന് പറയുന്ന ഒരുപാട് സംസ്കാരങ്ങളുടെ ഒരു കേന്ദ്രമാണ്. നമ്മൾ ലിസ്റ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് വായിച്ചാൽ തീരാത്തത്രയും കലാരൂപങ്ങളും പാട്ടുകളും അങ്ങനെ കലാരൂപങ്ങളും ഒക്കെയുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഈ അതിൻ്റെ സാംസ്കാരികമായ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുകൊണ്ടുള്ളൊരു യാത്രയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആലപ്പുഴയിൽ തുടങ്ങി ഞാൻ ബോട്ടിൽ കാണിച്ചിരുന്നില്ല. ആലപ്പുഴയിൽ തുടങ്ങി കറങ്ങി വരുന്ന വഴിക്ക് ലഘുഭക്ഷണം, അതുപോലെ പല സ്ഥലത്തും നിർത്തുമ്പോൾ അവർക്ക് ഉച്ചഭക്ഷണം. അത് കഴിഞ്ഞാൽ അവിടെ തന്നെ ഒരു ചിത്രകാരനിരുന്നു. എക്സാമ്പിൾ, ആ ചിത്രകാരനിരുന്ന് നമ്മളെ സ്കെച്ച് വരച്ചു തരും. പെൻസിലുണ്ട് നമ്മളെ വരച്ചു തരും, അല്ലെങ്കിൽ ഒരു കാരിക്കേച്ചർ വരച്ചു തരും. അപ്പോൾ അത് വാങ്ങാം, ആ ചിത്രകാരൻ അത് വിലയ്ക്ക് വാങ്ങാം. അപ്പോൾ ആ ഒരു ചിത്രകാരൻ ഒരു ജോലിയായി. അത് കഴിഞ്ഞ് മറ്റൊരു സ്ഥലത്ത് വരുമ്പോൾ കയർ പിരിക്കുന്നത്, നമ്മളതെല്ലാം മറന്നുപോയി. കയർ പിരിക്കുന്നത് ഇപ്പോൾ യന്ത്രമാണ്. അപ്പോൾ സ്ത്രീകൾ കയർ പിരിച്ചിരുന്നു. അപ്പോൾ അത് നമ്മൾ കാണിക്കും. പിന്നെ ഈ ഓല കൊണ്ട്, കുരുത്തോല കൊണ്ടുള്ള മനോഹരമായ നമ്മൾ ഓല മെടയുക. പണ്ട് ഓല മേഞ്ഞ വീടുകളുണ്ടായത്. ഓല മെടയുന്ന നമ്മൾ നാട്ടിലെങ്ങും കാണാം. ഒരുപക്ഷെ ഇവിടെ എവിടെയെങ്കിലും ഗ്രാമങ്ങളിൽ കാണുന്നുള്ളതല്ലാതെ ദൂരോട്ടെങ്ങും ഇതിപ്പോൾ കാണാനില്ല. അപ്പോൾ ഓല മെടയുന്നത് എങ്ങനെയാണ് അത് പരിശീലിപ്പിക്കും കുറച്ച് നേരം വരുന്ന ടൂറിസ്റ്റുകളെ. അതിലുള്ള പന്ത്, അതിലുള്ള കുട്ടനാട് ഒരുപാട് കലാരൂപങ്ങളുടെയും പാട്ടുകളുടെയും സംസ്കാര കേന്ദ്രമാണ്. ഇതെല്ലാം കാണുന്നതിനും അടുത്തറിയുന്നതിനും ഈ പാക്കേജിലൂടെ സാധ്യമാകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ജലഗതാഗത വകുപ്പ് ഡയറക്ടർ ഷാജി V. നായർ, മുഹമ്മ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന ഷാബു, വൈസ് പ്രസിഡന്റ് NT റജി, സ്ഥിരം സമിതി അധ്യക്ഷരായ നസീമ ടീച്ചർ, CD വിശ്വനാഥൻ, വാർഡംഗങ്ങളായ V. വിഷ്ണു, KS ദാമോദരൻ, ലൈല ഷാജി, കുഞ്ഞുമോൻ ഷാനവാസ്, നിഷ പ്രദീപ്, TC മഹീധരൻ, വിനോമ്മ രാജു, പഞ്ചായത്ത് സെക്രട്ടറി MP മഹീധരൻ,
വിവിധ ഉദ്യോഗസ്ഥർ, കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങിയവരും മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു. കേരളം പാൽ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തിനടുത്തെത്തിയെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. വള്ളികുന്നം ഗ്രാമപഞ്ചായത്തിലെ മൃഗാശുപത്രിയുടെ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അവർ. കേരളം പാൽ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന ലക്ഷ്യത്തിനടുത്തെത്തിയതായി മൃഗസംരക്ഷണ, ക്ഷീരവികസന, മൃഗശാല വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. മാവേലിക്കര വള്ളികുന്നം ഗ്രാമപഞ്ചായത്ത് മൃഗാശുപത്രിയുടെ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നടപ്പിലാക്കുന്ന ഒരു വകുപ്പാണ് മൃഗസംരക്ഷണ, ക്ഷീരവികസന മേഖല. പാലിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന വലിയ ലക്ഷ്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ ഏതാണ്ട് അടുത്തു കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തെ സംബന്ധിച്ച് നാം എടുത്തു നോക്കിയാൽ ആഭ്യന്തര ഉൽപാദനം കേരളത്തിൽ പാലിൽ വളരെ മുന്നിൽ നിൽക്കുന്നതാണ് നമ്മുടെ കേരളം. നമുക്ക് ആവശ്യമായ പാലുകൾ നമുക്ക് കേരളത്തിൽ തന്നെ നമുക്കിന്ന് കിട്ടുന്നുണ്ട്. നമുക്കറിയാം, കൂടുതൽ പാൽ, പകുതിയിലധികം പാല് മിൽമയെടുക്കുന്നത് ഇപ്പോൾ ഉൽപ്പന്നങ്ങളാക്കി മാറ്റിയാണ്. പലവിധ ഉൽപ്പന്നങ്ങൾ കേരളത്തിൽ തന്നെ നിർമ്മിതമാക്കിക്കൊണ്ട് വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ പാൽപ്പൊടി ഉൾപ്പെടെയുള്ള വിവിധ ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ കയറ്റുമതി ചെയ്യുവാൻ തക്ക രീതിയിൽ നമ്മുടെ മിൽമയും ഇത്തവണ മാറിയിട്ടുണ്ട്. അപ്പം പാൽ എത്ര നമുക്ക് കിട്ടിയാലും പൊടിയാക്കി മാറ്റുവാൻ നമ്മുടെ മലപ്പുറം മൂർക്കനാട് 131 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള പാൽപ്പൊടി ഫാക്ടറിയും ഈ കാലഘട്ടത്തിൽ തന്നെ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ട് എത്ര പാലധികം വന്നാലും നമുക്ക് ആ നിലയിലേക്ക് നമുക്ക് മാറ്റിയെടുക്കുവാൻ. സംസ്ഥാനത്ത് പാലിന്റെ ആഭ്യന്തര ഉൽപാദനം വൻതോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. കൂടുതൽ ആളുകളെ ക്ഷീരമേഖലയിലേക്ക് കൊണ്ടുവരാൻ വിവിധ പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കുന്നുണ്ട്. കയർ, തോട്ടം, മത്സ്യം എന്നീ മേഖലകളിലെ തൊഴിലാളികൾക്കായി പ്രത്യേക ക്ഷീരവികസന പദ്ധതികൾ സംസ്ഥാനത്തുണ്ടെന്നും മന്ത്രി പറഞ്ഞു. MS അരുൺകുമാർ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S രജനി, വള്ളികുന്നം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് D രോഹിണി, വൈസ് പ്രസിഡന്റ് N മോഹൻകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KV അഭിലാഷ് കുമാർ, സമിതി അധ്യക്ഷരായ മിനി പ്രഭാകരൻ, J രവീന്ദ്രനാഥ്, ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ PV അരുണോദയ, പൊതുമരാമത്ത് കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ലക്ഷ്മി S ചന്ദ്രൻ, പഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. പുതിയ തലമുറയെ വായനയുടെ ലോകത്തേക്ക് എത്തിക്കുന്നതിൽ ലൈബ്രറി പ്രസ്ഥാനത്തിന് വലിയ പ്രാധാന്യമാണുള്ളതെന്ന് അമ്പലപ്പുഴ MLA H സലാം അഭിപ്രായപ്പെട്ടു. പുതിയ തലമുറയെ വായനയുടെ ലോകത്തേക്ക് എത്തിക്കുന്നതിൽ ലൈബ്രറി പ്രസ്ഥാനത്തിന് വലിയ പ്രാധാന്യമാണുള്ളതെന്ന് H സലാം MLA അഭിപ്രായപ്പെട്ടു. അമ്പലപ്പുഴ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിച്ച വായന പക്ഷാചരണത്തിന്റെ സമാപനവും IV ദാസ് അനുസ്മരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മളെ ചില നേതാക്കളെ ഓർമ്മിക്കുന്ന വേള കൂടിയാണ്. ഈ മാസമാണെങ്കിൽ ജൂലൈ 5 വൈക്കം മുഹമ്മദ് ദിനമായിരിക്കും. ജൂലൈ 4 3 ഈ സാമ്പത്തിക ദിനമാണ്. ജൂലൈ 4 ഈ സാമ്പത്തിക ദിനമാണ്. ഇന്ന് IV ദാസ് ദിനമാണ്. ഈ ജൂലൈക്ക് നമ്മൾ നോക്കിയാൽ ഇങ്ങനെയൊരു പ്രാധാന്യം കാണാം. ഇവരെല്ലാം അവർ ജീവിച്ചു പോകുന്ന വഴിയിലേക്ക് നമ്മൾ നോക്കിയാൽ തിരിഞ്ഞു നോക്കിയാൽ എത്ര വലിയ സംഭാവന നമ്മൾ ജനിച്ച് ജീവിക്കുന്ന ഈ മണ്ണിന് വേണ്ടി ചെയ്തവരാണ്. നമ്മളത് കാണുമ്പോൾ നമ്മുടെ നാട്ടിനെ കുറിച്ച് അഭിമാനത്തോടെ പറയും, കേരളത്തെ കുറിച്ച് നമ്മൾ അഭിമാനത്തോടെ പറയുക. മറ്റേത് നാടുകളിലൂടെ ഇങ്ങനെ നമ്മൾ അഭിമാനത്തോടെയും കാര്യങ്ങളെ കുറിച്ച് പറയും. നമ്മുടെ സംസ്കാരത്തെ കുറിച്ച്, നമ്മുടെ വിദ്യാഭ്യാസ സൗകര്യത്തെ കുറിച്ച്, നമ്മുടെ ഒരു സാമൂഹ്യമായി പരിഷ്കരിക്കപ്പെട്ട ഈ മണ്ണിനെ കുറിച്ച്, നവോത്ഥാനത്തിന്റെ മഹാപാര്യത്തെ കുറിച്ച് നമ്മൾ പറയും. ഇങ്ങനെയെല്ലാം ഈ നാട് എത്താൻ കഴിയുന്നതിൽ കേരളത്തിലെ കലയുടെയും സാഹിത്യത്തിന്റെയും ഒരു പങ്ക് അത്രമേൽ വലുതാണ്. കൈനസാറിനെ ഓർമ്മിക്കുന്ന സമയത്ത് അദ്ദേഹം എന്തസലാം പ്രസ്ഥാനം രൂപീകരിക്കുന്ന കാലം എന്ന് പറഞ്ഞാൽ ഏത് കാലം അനുഭവമാണ്? ഐക്യ കേരളം രൂപപ്പെടുന്ന മുമ്പുള്ള കാലത്താണ്. തിരുവിതാംകൂറായിരിക്കുന്ന കാലത്താണ് പണിക്കർ സാർ അമ്പലപ്പുഴയിൽ തന്നെ ഗ്രന്ഥശാല പ്രസ്ഥാനം അമ്പലപ്പുഴ കുട്ടനാടൻ പ്രദേശത്തുണ്ടാവുന്നത്. അദ്ദേഹത്തിന്റെ നാട്ടിൽ വീരപ്പൂരിൽ ആദ്യം ഉണ്ടായിരുന്നു. പക്ഷേ രജിസ്റ്റർ ചെയ്യപ്പെട്ട ആദ്യത്തെ ഗ്രന്ഥശാല അമ്പലപ്പുഴ പീക്കറിലൂടെയാണ്. പഴവേട് വിജ്ഞാനപ്രദായിനി വായനശാലയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് KV ഉത്തമൻ അധ്യക്ഷത വഹിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ കമ്മിറ്റി അംഗം CK സുധാകര പണിക്കർ IV ദാസ് അനുസ്മരണം നടത്തി. ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് അലിയാർ മാക്കിയിൽ, വാർഡ് കൗൺസിലർ R രമേശ്, CK രതികുമാർ, KP കൃഷ്ണദാസ്,
ബാലൻ സി നായർ, എസ് രാധാകൃഷ്ണൻ, NS രാധാകൃഷ്ണൻ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ KS സുമേഷ്, സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ KV രതീഷ് എന്നിവർ സംസാരിച്ചു. ജില്ലാതല വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് ജില്ലാ ഓഫീസ് സംഘടിപ്പിച്ച ഇഷ്ടപുസ്തകം ആർക്കും പറയാം മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങളും സാക്ഷരതാ മിഷൻ തുല്യതാ പഠിതാക്കൾക്കായി നടത്തിയ വായനാ മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. ആശുപത്രിയിലെ ATM കൗണ്ടർ പണിമുടക്കിയതോടെ അത്യാവശ്യ ആവശ്യങ്ങൾക്കായി പണമെടുക്കാൻ രോഗികളുടെ കൂട്ടിരിപ്പുകാർ നെട്ടോട്ടമോടേണ്ട അവസ്ഥയാണ് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ആക്ഷേപം. ന്യൂസ് സ്റ്റാർ ന്യൂസ് തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക്. ATM കൗണ്ടർ പണിമുടക്കിയതോടെ പണമെടുക്കാനായി ആശുപത്രിയിലെത്തുന്ന രോഗികളുടെ കൂട്ടിരിപ്പുകാർ നെട്ടോട്ടമോടേണ്ട സ്ഥിതിയാണ് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ആക്ഷേപം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ATM കൗണ്ടറാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായി പ്രവർത്തനരഹിതമായി കിടക്കുന്നത്. അപകടത്തിൽ പരിക്കേറ്റ് അത്യാസന്ന നിലയിലെത്തുന്നവരുടെ അടിയന്തര ഓപ്പറേഷനും മറ്റ് അത്യാവശ്യ ആശുപത്രി ആവശ്യങ്ങൾക്കായും പണമെടുക്കാനായി ATM കൗണ്ടറിൽ ഓടിയെത്തുമ്പോഴാണ് മെഷീൻ പണിമുടക്കിയ വിവരം ഇവിടേക്ക് എത്തുന്നവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കാണാൻ അധികൃതർ ഇടപെടണമെന്ന ആവശ്യവും ഇപ്പോൾ ശക്തമാകുന്നുണ്ട്. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജലോത്സവങ്ങളുടെ തുടക്കമായ ചമ്പക്കുളം മൂലംവള്ളംകളിയിൽ ചെറുതന പുത്തൻ ചുണ്ടന് രാജപ്രമുഖൻ ട്രോഫി. കൊടിക്കുന്നിൽ സുരേഷ് MP, തോമസ് K തോമസ് MLA എന്നിവർ ചേർന്ന് വിജയികൾക്കുള്ള ട്രോഫികൾ സമ്മാനിച്ചു. വിനോദസഞ്ചാരികൾക്കായി കുട്ടനാട് സഫാരി നടപ്പിലാക്കുമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. പാതിരാമണൽ സന്ദർശിച്ചതിനു ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളം പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തിനടുത്തെത്തിയെന്ന് മന്ത്രി J ചിഞ്ചുറാണി. വള്ളികുന്നം ഗ്രാമപഞ്ചായത്തിലെ മൃഗാശുപത്രിയുടെ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പുതിയ തലമുറയെ വായനയുടെ ലോകത്തേക്ക് എത്തിക്കുന്നതിൽ ലൈബ്രറി പ്രസ്ഥാനത്തിന് വലിയ പ്രാധാന്യമാണുള്ളതെന്ന് H സലാം MLA. ആശുപത്രിയിലെ ATM കൗണ്ടർ പണിമുടക്കിയതോടെ അത്യാവശ്യ ആവശ്യങ്ങൾക്കായി പണമെടുക്കാൻ രോഗികളുടെ കൂട്ടിരിപ്പുകാർ നെട്ടോട്ടമോടേണ്ട അവസ്ഥയാണ് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എന്ന ആക്ഷേപം. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.